ബാക്ക് ടു വീനോസ് ട്രെയിനിങ് ക്ലാസ് 8ാം ക്ലാസ്സിലെ ഫിസിക്സ്, അതായത് നമ്മുടെ പുതിയ ടെസ്റ്റിന്റെ 10ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ കേട്ടോ. ഫിസിക്സിന്റെ 1ാമത്തെ പാഠം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി എന്നാണ്. നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാണ്. ഇനി അഥവാ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ എന്താണ് നോട്ട് ചെയ്യാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് പാർട്ട് 2 എടുക്കാം കേട്ടോ. പാർട്ട് 1 എന്താവും നിങ്ങൾ ഇലക്ട്രിക് ചാർജ് എന്താണ്? ഇലക്ട്രിക് ചാർജ് ഈസ് ദ ഫണ്ടമെന്റൽ ഫാക്ടർ ദാറ്റ് കോസസ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. ദെയർ ആർ 2 types of charge, positive charge and negative charge. This ability to attract when rubbed is due to the accumulation of electric charge. ഓക്കെ ആണോ നിങ്ങൾ അത്രയും? എന്താണ് ഇലക്ട്രിക് ചാർജ് കേട്ടോ? എന്താ അതിൻ്റെ അർത്ഥം? വൈദ്യുത ചാർജ് എന്നാൽ എന്താണ്? നമ്മുടെ ഒരു വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ വികർഷണം. അട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? ആകർഷണം അല്ലേ? റിപ്പൾഷൻ എന്ന് വെച്ചാൽ വികർഷണം. അതിന് കാരണമാകുന്ന അടിസ്ഥാന ഘടകമാണ് വൈദ്യുത ചാർജ് എന്ന് പറയുന്നത്. ഇത് 2 വിധമുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ 2 തരം ചാർജുകളുണ്ട്. ഈ വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടുന്നത് മൂലം ഉരസുമ്പോൾ വസ്തുക്കൾക്ക് ആകർഷിക്കാൻ കഴിയുന്നത് വൈദ്യുത ചാർജ് ഉണ്ടല്ലോ, വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടുന്നത് മൂലമാണ് ഉരസുമ്പോൾ വസ്തുക്കൾക്ക് ആകർഷിക്കാൻ കഴിയുന്നത്. നമ്മൾ ഇലക്ട്രിക് ചാർജിനെ സ്മാൾ ലെറ്റർ QH ആണ്. നമ്മൾ 1ാമത്തെ പാർട്ടിൽ അതൊക്കെ പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടെ അങ്ങ് പറയാം. എന്താവും നിങ്ങളെ ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആറ്റം എന്താവും നിങ്ങളെ ഇവിടെ ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് വിച്ച് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഈസ് ഡ്യൂ ടു ദ ചേഞ്ച് ഗെയിൻഡ് ബൈ ആറ്റംസ്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് 1ാമത്തെ പാർട്ടി പറഞ്ഞതാ. ഇനി അതെല്ലാം നോട്ട് കിട്ടാത്തവർ ആ ചാനൽ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെയാവും നിങ്ങളെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണല്ലോ ആറ്റം. വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണം അല്ലേ, അട്രാക്ഷൻ, ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നത് മൂലമാണ് എന്നാണ് കേട്ടോ. ഒരു വസ്തുക്കൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടോ, വസ്തുക്കൾ തമ്മിൽ ആകർഷണം ഉണ്ടാവണമെങ്കിൽ ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നത് മൂലമാണ് കേട്ടോ. എന്താണ് ആറ്റം? ഇനി ആറ്റത്തിനുള്ളിലേക്ക്, ഇൻസൈഡ് ദ ആറ്റംസ്, വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഏതെല്ലാമാണ്? പടം ഉണ്ട് കേട്ടോ നിങ്ങളുടെ ടെസ്റ്റിലെ. ആറ്റത്തിന് നമുക്ക് 3 എണ്ണം പറയുന്നുണ്ട്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ കേട്ടോ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ദ സെൻട്രൽ പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആവും നിങ്ങളെ എന്താ? ആറ്റത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. നമ്മൾ ബയോളജി പഠിച്ചിട്ടുണ്ടോ? ന്യൂക്ലിയസിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? സെല്ലിനെ കുറിച്ചൊക്കെ പഠിച്ച് ഓർമ്മയുണ്ടോ നിങ്ങളെ? വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ്? ഈ ന്യൂക്ലിയസിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ഇത് തിരിഞ്ഞു പോകല്ലേ നിങ്ങളെ? ആറ്റത്തിലെ പ്രധാന കണങ്ങൾ, ആറ്റത്തിനകത്തിലെ പ്രധാന കണങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ആണ്. പിന്നെന്താ? ന്യൂക്ലിയസിലെ പ്രധാന കണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് പ്രധാന കണങ്ങൾ ഏതെല്ലാമാണ്? ഏതാ? പ്രോട്ടോണും ന്യൂട്രോണുമാണ് കേട്ടോ. അത് തിരിഞ്ഞു പോവല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് പേജ് ഇനി നോക്കി. അതിനകത്ത് ടെസ്റ്റിലെ ചോദ്യം ചെയ്തെല്ലാം കേട്ടോ. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഈച്ച് ഓഫ് ദീസ് പാർട്ടിക്കിൾസ്? ഇവ ഓരോന്നിൻ്റെയും ചാർജ് നിങ്ങളൊന്ന് പറയാനാണ് പറഞ്ഞത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് ഒരു ചാർജും ഇല്ല കേട്ടോ. ചാർജ് ഇല്ല, ന്യൂട്രൽ എന്ന് പറയും കേട്ടോ. ന്യൂട്രോണിന് ചാർജ് ഇല്ല കേട്ടോ. ഇനി ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺസ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു. ഇലക്ട്രോണുകളുടെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന് നെഗറ്റീവാണ്, പ്രോട്ടോണിന് പോസിറ്റീവാണ്. ഇലക്ട്രോണിന് നെഗറ്റീവാണ്, പ്രോട്ടോണിന് പോസിറ്റീവാണ്. മറക്കല്ലേ കേട്ടോ. ഓക്കെ ആണോ? ഇനി ഇലക്ട്രോൺസ് ഹാവ് എ ചാർജ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺസ്. ഇലക്ട്രോൺസ് ഹാവ് എ ചാർജ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോണുകളുടെ വിപരീത ചാർജാണ് ആർക്കുള്ളത്? ഇലക്ട്രോണുകൾക്ക് ഉള്ളത് കേട്ടോ. ഇതൊക്കെ ടെസ്റ്റിലെയാണ്. ദെയർ ഫോർ ആൻ ആറ്റം വിത്ത് ആൻ ഈക്വൽ നമ്പർ ഓഫ് ബോത്ത് ദ ചാർജ് വിൽ ബി ക്യാൻസൽ ഈച്ച് അതർ ഔട്ട്. ന്യൂട്രോൺസ് ഹാവ് നോ ചാർജ്. അതായത് ഇവ രണ്ടും തുല്യ എണ്ണമുള്ള ആറ്റങ്ങളിൽ ചാർജ് പരസ്പരം റദ്ദ് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? നമ്പർ ഓഫ് പ്രോട്ടോൺ നോക്കൂ നിങ്ങളെ. ഇവിടെ 4 എന്ന് പറയുന്നത് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരേ സംഖ്യ, ഇതിപ്പോൾ +4 -4 ഓർമ്മയുണ്ടോ? ഒരേ സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ എന്താ ആൻസർ? 0 ആണ്. അത് നമുക്കറിയാമല്ലോ, നമ്മൾ മാത്സിൽ പഠിച്ചതാണ് അല്ലേ? ഇപ്പം 10 അല്ലേ, -10. ഈ 10 എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ സൈൻ തരത്തില്ല. അതായത് -10 + 10 നോക്കിയേ, ഒരേ സംഖ്യ തന്നെയാണ്. അതെല്ലാം എന്താ? ഡിഫറൻറ്റ് സൈനുമാണെങ്കിൽ കേട്ടോ അതെന്താണ്? 0 ആണ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? എത്രയും ഓക്കെ.
ഇനി ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റം എന്ന് പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണുകളും എന്നിവയാൽ നിർമ്മിതമാണ് നമ്മുടെ ആറ്റം. എന്നാൽ ന്യൂക്ലിയസ് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ് ഇത്. ന്യൂക്ലിയസിനകത്തിൽ കണ്ടെയ്ൻസ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളൂ. എന്നാൽ ഇലക്ട്രോണിൽ എന്താവും നിങ്ങൾ? ഇലക്ട്രോണിൽ മൂവ് എറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഓർബിറ്റ് ആൻഡ് ഹാവ് എ നെഗറ്റീവ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും എന്താ ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുകയും നെഗറ്റീവ് ചാർജ് ഉള്ളവയുമാണ്. ഇലക്ട്രോണുകൾ നോക്കിക്കോണേ നിങ്ങളെ, ന്യൂക്ലിയസിന് ചുറ്റും ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുകയും നെഗറ്റീവ് ചാർജ് ഉള്ളവയുമാണ്. ഞാൻ ഇത്രയും പറഞ്ഞ എന്തോന്നറിയോ? കണ്ട് ഈ പടത്തിൻ്റെ കാര്യമാണ്. എന്താ ഈ ഒരു പടത്തിൻ്റെയാണ്, കണ്ടോ? ഇത് ഫുള്ള് കണ്ടോ? അതായത് ഇതിനകത്ത് നോക്കിക്കേ, ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നതാണ് ഇത്. ഇതിനകത്താണ് ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതിനകത്തിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോണ്, ന്യൂട്രോണ്. അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനകത്തിൽ ആരൊക്കെയുണ്ട്? ന്യൂട്രോണ്, പ്രോട്ടോണ്, ഇലക്ട്രോണ്. ഇതിൻ്റെ ചാർജാണ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്. കാണാൻ പറ്റുന്നുണ്ടോ? പോസിറ്റീവ് ചാർജ്, പച്ച പോസിറ്റീവ് ചാർജ്. ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല, കണ്ടോ? അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഒരു നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ചാർജും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? നോക്കിക്കേ, ഇപ്പോൾ +26 -26 ഒരേ നമ്പർ തന്നെ വ്യത്യസ്ത ഇതിൽ വന്നാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? 0 ആണ്. 0 എന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയുന്നത്? ന്യൂട്രലാണ് കേട്ടോ, നിർവീര്യമായി എന്ന് വെച്ചാൽ അത് ഇല്ലാതെയായി എന്ന് ഉദ്ദേശിച്ചാൽ കേട്ടോ. മുമ്പ് നമ്മൾ പറഞ്ഞു ഇപ്പം +14 -14 അപ്പോൾ എന്താ? 0 ആയിട്ട് മാറി. മനസ്സിലായോ? +15 -15 ഒരേ സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ 0, അതായത് ന്യൂട്രലായി പോയി എന്ന് ഓർത്തോടെ കേട്ടോ. ന്യൂട്രൽ ഇത് നോക്കി നിങ്ങൾ. ഇവിടെ പ്രോട്ടോണുകളുടെ എണ്ണം 26, ഇലക്ട്രോണുകളുടെ എണ്ണം 24. ഇവിടെ പ്രോട്ടോൺ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോൺ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജാണ്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് നമ്മളിപ്പോൾ കുറച്ച് നേരം കൊണ്ട് പറയുന്നു. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കൂടുതലാരാവും നിങ്ങളെ? ഇവിടെ നോക്കിക്കേ, ഇത് 26ഉം ഇത് 24, കൂടുതലാരാ? 26. അപ്പോൾ എന്താ? പോസിറ്റീവ്. ഇവിടെ 17 16, കൂടുതലാരാ? 17 എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോൺ എന്ന് കേൾക്കുമ്പോഴേ ഇപ്പോൾ 17 മാത്രമേ തന്നുള്ളൂ എന്ന് വിചാരിച്ചെന്താ? അപ്പം നിങ്ങൾ ഓർത്തോണം, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാ. ഇവിടെ നോക്കിയേ 16 വന്നിട്ടുള്ളൂ. എന്താ? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാ. അപ്പം നോക്കിക്കേ 17 16 അല്ലേ? 17 16, ഇവിടെ കൂടുതലാരാ? 17, അപ്പോൾ അതും പോസിറ്റീവ് ചാർജ്. ഇവിടെ ഒക്കെ 6 10, ഇവിടെ കൂടുതലാരാവും നിങ്ങളെ? 10 കൂടുതൽ. 10 എന്താണ്? ഇലക്ട്രോൺ, നെഗറ്റീവ് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞതാണ്. അതൊന്നും കൂടി ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും നിർവീര്യമാക്കാൻ കാരണം എന്ത്? ആറ്റത്തിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ ലഭിക്കുന്ന ചാർജ്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെന്താ? ഓക്കെ, അതിൻ്റെ ഫുള്ളും പറഞ്ഞല്ലോ. ഓക്കെ, ഇതുണ്ടോ നിങ്ങൾ? ഓക്കെ, അതെ ടെസ്റ്റിനകത്തിലെ അതെ അതിൻ്റെ തൊട്ട് താഴത്തെ ചോദ്യമാണ് ഇത്. നമ്മൾ ഒരു പാർട്ട് ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാക്കാൻ, അതായത് ന്യൂട്രൽ ആവാൻ കാരണം എന്ത്? ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമായിരിക്കാൻ അല്ലെ ന്യൂട്രൽ ആവാൻ കാരണം എന്താ? നമ്മൾ പറഞ്ഞു ന്യൂട്രൽ ആവാൻ കാരണം എന്താവും നിങ്ങളെ? ഒരേ നമ്പർ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ അത് ന്യൂട്രലായി പോകും കേട്ടോ. ഒരേ നമ്പർ തന്നെ, നമ്പർ ഓഫ് പ്രോട്ടോണിന് അത്രയും തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ കേട്ടോ, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും നമ്പർ തുല്യമാണെങ്കിൽ അത് ന്യൂട്രലായി പോകുമെന്ന് ഓർത്തോണം കേട്ടോ. പ്രോട്ടോൺ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നെഗറ്റീവ് ചാർജാണ്. ഇതിൻ്റെ എന്താ? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എന്താ? പോസിറ്റീവും ന്യൂട്രോണിന് ചാർജ് ഇല്ലല്ലോ. ന്യൂട്രോണിൻ്റെയും നമ്പർ തുല്യമാണെങ്കിൽ, ഇവിടെ ന്യൂട്രോണിൻ്റെയെന്ന് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ, ഇലക്ട്രോണിൻ്റെയാണ്. പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയുമാണ് കേട്ടോ. എഴുതിയത് വന്ന മിസ്റ്റേക്ക് ആവും നിങ്ങൾ കേട്ടോ. അത് ഫസ്റ്റ് പാർട്ട് കണ്ട ഒരു കമൻറ്റ് ഞാൻ കണ്ടില്ല. പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും നമ്പർ തുല്യമാണെങ്കിൽ അത് ന്യൂട്രലായി മാറുമെന്ന് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദ ചാർജ് ഒബ്റ്റൈൻഡ് ഇഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റംസ് ഓഫ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്? അങ്ങനെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇത് ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അപാകത അല്ലേ. അതായത് ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ. അപ്പോൾ ആരാ കൂടുതൽ? ഇലക്ട്രോൺ അല്ലേ കൂടുതൽ? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാ അല്ലേ? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാ. അപ്പോൾ അവിടെ എന്താ? നെഗറ്റീവാണ്. അടുത്ത നോക്കൂ നിങ്ങൾ, ആറ്റത്തിൽ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തേക്കാൾ
പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തേക്കാൾ. അപ്പോൾ കൂടുതൽ ആരാ? പ്രോട്ടോൺ. പ്രോട്ടോൺ എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം പോസിറ്റീവ്. ഏതാണോ കൂടുതൽ നിൽക്കുന്നത് അതിൻ്റെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഇലക്ട്രോൺ ആണെങ്കിൽ അത് നെഗറ്റീവാണ്, പ്രോട്ടോൺ ആണെങ്കിൽ അത് പോസിറ്റീവാണ് കേട്ടോ. അതറിയാവുന്നവർക്ക് ആ ഒരു മാർക്ക് എളുപ്പം മേടിക്കാം. അടുത്ത നോക്കൂ നിങ്ങളെ, വെൻ ആൻ ആറ്റം ലോസസ് ഇലക്ട്രോൺസ് ഇറ്റ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് വെൻ ഇറ്റ് ഗെയിൻസ് ഇലക്ട്രോൺസ് ഇറ്റ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവ് ചാർജ് ഉള്ളതാവും. നോക്കണം നിങ്ങളെ, ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾ അങ്ങ് നഷ്ടപ്പെട്ടു പോകത്തില്ലേ? ഇലക്ട്രോണുകൾ അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവ് ചാർജ് ഉള്ളതാവും. എന്നാലോ ഇലക്ട്രോണുകൾക്ക് ഇതിലെ ഇലക്ട്രോണുകൾ ലഭിക്കുമ്പോൾ, ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവും, ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അത് ലഭിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ടും മാറുന്നു. അതൊക്കെ ബോക്സിൽ എഴുതിയെടുക്കണം കേട്ടോ, ബോക്സിൽ. ഇനി നമ്മുടെ ടെസ്റ്റിൽ ഒരു ഒരു പട്ടിക പൂർത്തിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞാനത് ഇംഗ്ലീഷും മലയാളവും കണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. പെയർ ഓഫ് ഒബ്ജക്റ്റ്, ജോഡി വസ്തുക്കൾ ഏതാണ്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ഇലക്ട്രോൺ കൈമാറ്റം, ലഭിക്കുന്ന ചാർജ് ഗെയിൻഡ് കേട്ടോ, അതിൻ്റെ ചോദ്യത്തിലുണ്ട്. അതായത് ഗ്ലാസ് റോഡും സിൽക്കും കേട്ടോ, ഗ്ലാസ് റോഡ് സിൽക്ക് എന്ന് വെച്ചാൽ ഗ്ലാസ് റോഡും സിൽക്കും കൂടെ, ഇത് രണ്ടെണ്ണം തന്നിട്ടുണ്ട് ജോഡി വസ്തുക്കൾ. ഇത് ഇവിടെ ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ, ഇലക്ട്രോണ് കൈമാറ്റം ചെയ്യുമ്പോൾ, അതായത് ഗ്ലാസ് റോഡ് ലോസസ് ഇലക്ട്രോൺസ് കേട്ടോ, ഗ്ലാസ് റോഡ് ലോസസ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടമാകുന്നു എന്നാ പറയുന്നത്. ഗ്ലാസ് റോഡിന് ഇലക്ട്രോണ് നഷ്ടമാകുന്നു എന്നാ പറയുന്നത്. അവിടുത്തെ പോസിറ്റീവ് ഗ്ലാസ് റോഡും നെഗറ്റീവ് സിൽക്കുമാണ്. ഇനി അടുത്തത് എബനൈറ്റും കമ്പിളിയും തങ്ങളിൽ എന്ത് ചെയ്യുക, ഉരസുന്നതിനെ കുറിച്ചായിട്ടോ. ഇതൊക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ പാഠം എടുക്കാൻ വേണ്ടി ഒരു ഇച്ചിരി സ്പീഡ് കൂട്ടി പോകാം. നിങ്ങൾ ആ ഫസ്റ്റ് പാർട്ട് കയറി കാണണേ, നിങ്ങൾ അതിനകത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് ഞാൻ നോട്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ, കാരണം ബാക്കി എടുക്കാൻ വേണ്ടിയേ, ഫസ്റ്റ് പാർട്ട് ഇതാണെന്ന് അറിയാൻ വേണ്ടി കേട്ടോ. അപ്പം ഉരസുന്നതിനെ കുറിച്ച് മുകളിൽ ഉരസാൻ ഉപയോഗിച്ച രണ്ട് ജോഡികളായി പറയുന്നത്. ഗ്ലാസ് റോഡും സിൽക്സും കൂടി ഇങ്ങനെ ഉരസുമ്പോൾ എവിടുത്തെ എന്ത് ചെയ്യുന്നു, ഈ ഗ്ലാസ് റോഡ് ലോസസ് ഇലക്ട്രോൺസ്, ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ അങ്ങ് ഉരസുമ്പോൾ നഷ്ടപ്പെടുന്നു. അപ്പം പോസിറ്റീവ് ചാർജ് ആയിരിക്കും അവിടെ ഗ്ലാസ് റോഡും എന്ന് വെച്ചാൽ നഷ്ടപ്പെടുകയല്ലേ. കിട്ടുന്നത് സിൽക്ക്, നെഗറ്റീവ് സിൽക്സും. മുമ്പ് ആ ബോക്സിൽ എഴുതിയില്ലേ കണ്ടോ, ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ അത് നെഗറ്റീവും നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവും ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചാണിത്. അതുപോലെ എബനൈറ്റും വൂളൻ ക്ലോത്തും, എബനൈറ്റും കമ്പിളിയും കൂടി ഇട്ട് ഉരസുമ്പോൾ കമ്പിളിക്ക് അവിടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു അല്ലേ, നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെടുന്ന ആർക്കാണ്? അവിടെ കമ്പിളിക്കാണ്. അപ്പോൾ വൂളൻ അവിടെ പോസിറ്റീവാണ്, നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവാണ്. സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നെഗറ്റീവാണ്, നമ്മളെല്ലാം നഷ്ടപ്പെട്ടു നെഗറ്റീവ് ആയിരിക്കും. അങ്ങനല്ല കേട്ടോ, ഇവിടെ നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവാണ് കേട്ടോ, അത് ഓർത്തോണേ. അപ്പോൾ ഇവിടെ നെഗറ്റീവായിട്ട് എബനൈറ്റുമാണ് കേട്ടോ. റബ്ബറും കമ്പിളിയും കൂടെ ഉരച്ചാൽ എങ്ങനെയാണ്? ഉരസുമ്പോൾ റബ്ബറും കമ്പിളി വൂളൻ ക്ലോത്തും കൂടി ഉരസുമ്പോൾ കമ്പിളിക്ക് അവിടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു അല്ലേ. അപ്പം റബ്ബർ ഗെയിൻഡ് ഇലക്ട്രോൺസ്. അപ്പോൾ അവിടുത്തെ പോസിറ്റീവ് ആരാ? കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവിടുത്തെ പോസിറ്റീവായിട്ട് വന്ന നഷ്ടപ്പെട്ടത് കമ്പിളിയും അല്ലേ, നെഗറ്റീവായിട്ട് വന്നത് റബ്ബറുമാണ് കേട്ടോ. നമ്മൾ ഇത് മനസ്സിലായവർക്ക് അതിൻ്റെ ഏത് ചോദ്യം ചോദിച്ചാലും നഷ്ടപ്പെടുന്ന ആർക്കാണ്, കിട്ടുന്നത് ആർക്കാണെന്ന് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലെ ഏത് ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മതി, കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വൈദ്യുത ചാർജുകളുടെ സ്വഭാവ സവിശേഷതകളാണ് ഇനിയും പഠിക്കാനുള്ളത്. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, 2 റബ്ബർ ബലൂണുകൾ നിങ്ങൾ ഇനിയുള്ളതെന്ന് നോക്കണേ. ഇതുവരെ ഫസ്റ്റ് പാർട്ട് കയറി കാണാൻ ഞാൻ നോട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പാർട്ട് 2 ആണ് ഇപ്പം നമ്മൾ ഇടുന്നത്. പാർട്ട് 2 അതായത് വൈദ്യുത ചാർജുകളുടെ സ്വഭാവ സവിശേഷതകൾ. നോക്കിയേ, 2 റബ്ബർ ബലൂണുകൾ പരസ്പരം തൊട്ടിരിക്കുന്ന വിധം തൂക്കിയിടുക. അവയ്ക്കിടയിൽ ഒരു കമ്പിളി വെച്ചുകൊണ്ട് പരസ്പരം ഉരസുക. എന്നിട്ട് കമ്പിളി മാറ്റുക. ബലൂണുകൾ തമ്മിൽ വികർഷിക്കുന്നില്ലേ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബലൂണുകൾ തമ്മിൽ എന്താണ് അവിടെ എൻ്റെ നോട്ടങ്ങ് സൂമായോ. നിങ്ങൾ കറക്റ്റായിട്ട് സൂം ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നത് ചിലപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ സൈഡൊക്കെ പോകുന്നു വിചാരിച്ചാൽ നിങ്ങളെ കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് സൂം ചെയ്തെടുത്ത് എഴുതണം കേട്ടോ. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ വൈദ്യുത ചാർജുകളുടെ സ്വഭാവ സവിശേഷതകളാണ്. ഇവിടെ എന്താവും നിങ്ങളെ 2 റബ്ബർ ബലൂണുകൾ നോണ്ടേ, അതിവിടെ പടം കൊടുത്തിട്ടുണ്ട് കണ്ടോ. 2 റബ്ബറിൻ്റെ ബലൂണുകൾ എടുത്തിട്ട് ഒരു ഇത് തൂക്കിയിടുക അല്ലേ. അവർ തങ്ങളിൽ പരസ്പരം പരസ്പരം തൊട്ടിരിക്കുന്ന വിധം, 2 ബലൂണും കൂടി ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന വിധം നമുക്കൊന്ന് ചിന്തിക്കാവുന്ന
അറിയാവുന്ന കാര്യമുള്ളൂ. ആ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒട്ടിയിരിക്കുന്ന രീതിയിൽ ബലൂൺ വീർപ്പിച്ചിട്ട് ഒരു കമ്പിയിലോ നൂലോ എന്തെങ്കിലും കെട്ടിയിടുക. അവയ്ക്കിടയിൽ ഒരു കമ്പിളി വെച്ച് അവയ്ക്കിടയിൽ ഒരു കമ്പിളിയുടെ ചെറിയ പീസ് ഉണ്ടല്ലോ, കമ്പിളി പുതപ്പിൻ്റെയോ അല്ലെങ്കിൽ കമ്പിളി തൂവാലയൊക്കെ കിട്ടും ഇപ്പം അല്ലേ, കർച്ചീഫ്, അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, പരസ്പരം എന്നിട്ട് ഇത് രണ്ടും കൂടി ഈ ബലൂണുകൾ തങ്ങളിൽ എന്ത് ചെയ്യുക, ഉരസുക. ബലൂൺ തങ്ങനെ വെച്ചാൽ ഇവിടെ ഇപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. അപ്പം നടുക്കാണ് ഈ കമ്പിളി പുതപ്പിരിക്കുന്നത് അല്ലേ, കമ്പിളി പുതപ്പല്ല കമ്പിളി ഇരിക്കുന്നത് അല്ലേ. കമ്പിളി വെച്ചുകൊണ്ട് പരസ്പരം എന്നിട്ട് നല്ലപോലെ ഉരസുക കേട്ടോ. എന്നിട്ട് കമ്പിളി പെട്ടെന്ന് ഇങ്ങനെ മാറ്റുക. ബലൂണുകൾ തമ്മിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെയും പഠിച്ചതാ ഈ ബലൂണും അല്ലെ കൊച്ചിൻ്റെ മുടി ഹെയറുമായിട്ട് അല്ലേ, ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിനകത്തിലൊക്കെ അത് പഠിച്ചതാ. ബലൂൺ നല്ലപോലെ ഉരച്ചതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ മുടി ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത് കാണാം അല്ലേ. നമ്മളതൊക്കെ കുറേ എക്സ്പെരിമെൻ്റ് അത് ഫസ്റ്റ് പാർട്ടി പറഞ്ഞതാ. എന്ന് പറയുന്ന പോലെ ഇത് രണ്ടും കൂടെ എന്താണെന്നറിയോ, ഇത് കമ്പിളിപ്പുതപ്പ് എന്ന് പറയുന്നതിന് പോസിറ്റീവ് ചാർജാണ് കേട്ടോ. അതൊക്കെ ഒന്ന് അറിയണേ കുഞ്ഞുങ്ങളെ. പിന്നെ ബലൂണിന് നെഗറ്റീവ് ചാർജാണ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കമ്പിളിപ്പുതപ്പിന് പോസിറ്റീവ് ചാർജും ഈ ബലൂണിന് നെഗറ്റീവ്, 2 ബലൂണില്ലേ, ബലൂണിന് നെഗറ്റീവ് ചാർജുമാണ് കേട്ടോ. ബലൂണുകൾക്ക് നെഗറ്റീവ് ചാർജുമാണ്. ഈ 10.7 പറയുന്നത് കണ്ടോ. അപ്പം ബലൂണുകൾ അപ്പം എന്താണ്, ഇത് ഉരസി കഴിയുമ്പോൾ ഇവ എന്ത് ചെയ്യുന്നു നോക്കിക്കേ, അത് വികർഷിക്കുക എന്ന് വെച്ചാൽ എന്താ, റിപ്പലായി മാറുകയാണെന്നാണ് ചെയ്യുന്നത്. കാരണം എന്താ, ഇവിടെ ഇത് പോസിറ്റീവായിരുന്നു കമ്പിളിപ്പുതപ്പ് അല്ലേ, അത് ഉരസുമ്പോൾ ഈ 2 ബലൂണും നെഗറ്റീവാണ്. അത് നെഗറ്റീവ് എഴുതിയേക്കുന്നുണ്ടോ, കുത്തിട്ട് വെച്ചേക്കുമല്ല കേട്ടോ. ഇത് 2 നെഗറ്റീവ് ആവുന്നു. 2 നെഗറ്റീവുകൾ നമുക്ക് അതിനെക്കുറിച്ച് 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, അത് റിപ്പൽഷനാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോവാം കേട്ടോ. ഇനി അങ്ങോട്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പടം നോക്കിക്കോണേ, അതിനെക്കുറിച്ച് നമുക്കിനി നോക്കാം. 2 റബ്ബർ ബലൂണുകൾ പരസ്പരം തൊട്ടിരിക്കുന്ന വിധം തൂക്കിയിടുക. അവയ്ക്കിടയിൽ ഒരു കമ്പിളി വെച്ചുകൊണ്ട് പരസ്പരം ഉരസുക. പിന്നീട് കമ്പിളി മാറ്റുക. ബലൂണുകൾ തമ്മിൽ വീർഷിക്കുന്നു അല്ലെ റിപ്പൾഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് എക്സ്പെരിമെൻ്റ് ആവും നിങ്ങളെ. അത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതാഞ്ഞത് നിങ്ങളുടെ ടെസ്റ്റിലുണ്ടല്ലോ കേട്ടോ. ചോദ്യമാണിത്, വീർഷിക്കുന്നുണ്ടോ എന്നാ. അപ്പോൾ അതിനകത്തുള്ള ചോദ്യം, വാട്ട് ചാർജ് ഡു ബലൂൺ ഗെയിൻ വെൻ റബ്ഡ് വിത്ത് വൂള്. കമ്പിളി കൊണ്ട് ഉരസുമ്പോൾ ബലൂണുകൾക്ക് ഏത് ചാർജാണ് ലഭിക്കുന്നത്? കമ്പിളി കൊണ്ട് അവിടെ ഉരസുമ്പോൾ, കമ്പിളിക്ക് പോസിറ്റീവ് ചാർജ് ആയിരുന്നു അല്ലേ, ഇത് ഉരസുമ്പോൾ ബലൂണുകൾക്ക് നെഗറ്റീവ്. ഉരസുമ്പോൾ ഇലക്ട്രോൺ അല്ലേ, അപ്പോൾ ഉരസുമ്പോൾ കിട്ടുന്ന ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഏത് ചാർജ് ആയിരുന്നു, നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ 2 ബലൂണിനും നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവും കൂടെ കേട്ടോ, എപ്പോഴും ഓർത്തോണം. നെഗറ്റീവും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ, അത് റിപ്പൾഷനായിട്ട് പോകത്തേ ഉള്ളൂ കേട്ടോ. അത് ഓർത്തോണം. ബലൂണുകൾക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും അപ്പം ഉണ്ടാകുന്നത്. വാട്ട് can be understood from the repulsions between them. ഇവ പരസ്പരം വികർഷിക്കുന്നതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാ. ഇവ രണ്ടും ഇങ്ങനെ രണ്ടായിട്ട് അങ്ങ് റിപ്പൽ ചെയ്തില്ലേ എന്നല്ലേ, രണ്ടും വികർഷിക്കുക എന്നാ. എന്തുകൊണ്ട്, എന്താ അതിൻ്റെ കാരണം? അതെന്ന് വെച്ചാൽ ലൈക്ക് ചാർജസ് റിപ്പൽസ്. സജാതീയ ചാർജുകൾ എപ്പോഴും വികർഷിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നോക്കിയേ, 2 നെഗറ്റീവ് വന്നാൽ അത് റിപ്പൽസ് ആണ് കേട്ടോ, റിപ്പൽസ്. എന്നാൽ 2 പോസിറ്റീവ് വന്നാലും അതായത് ഒരേ സൈനുകൾ അടുത്തടുത്ത് വന്നാൽ അത് റിപ്പലാണ്. എന്നാൽ ഒരു നെഗറ്റീവോ ഒരു പോസിറ്റീവോ അല്ലെ ഒരു പോസിറ്റീവോ ഒരു നെഗറ്റീവോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അട്രാക്ഷൻ ആയിരിക്കും. ഈ ഒരു ക്ലൂ അറിയാവുന്നവർക്കേ ഇത് ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ അത് അട്രാക്ഷനാണ്, ഒരേ സൈൻ വന്നു കഴിഞ്ഞാൽ അത് റിപ്പൾഷനാണ്. ആ ഒരു ക്ലൂ പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. അപ്പോൾ ഈ ഇവിടുത്തെ കമ്പിളി എന്ന് പറയുന്നത് എന്തായിരുന്നു, പോസിറ്റീവ് ആയിരുന്നു അല്ലേ. പോസിറ്റീവ് എന്നിട്ട് എന്ത് ചെയ്തു, ഇത് ഈ ബലൂണിനെ ഉരസിയപ്പോൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ അവിടുന്ന് ആയിട്ട് ഈ ബലൂണുകൾ രണ്ടും നെഗറ്റീവായി അല്ലേ. അതായത് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. ഇത് 2 നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇത് രണ്ടിടത്തോട്ട് അങ്ങ് പോയത് കേട്ടോ, റിപ്പലായിട്ട് പോയത് കേട്ടോ. എന്തുവാണെന്നറിയോ, ലൈക്ക് ചാർജ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് രണ്ടും, ലൈക്ക് എന്ന് വെച്ചാൽ രണ്ടും ഒരേപോലെ വരുന്നതിനെ ഈ ലൈക്ക് എന്ന് പറയുന്നത് കേട്ടോ. ലൈക്ക് അടി, കമൻറ്റ്, സബ്സ്ക്രൈബ് ഇല്ലേ, ഇതെന്ന് പറയത്തില്ല. ലൈക്ക് എന്ന് വെച്ചാൽ രണ്ടും, ഇപ്പം 2 ഒന്നുകിൽ മൈനസ് ആയിരിക്കണം അല്ലെ 2 പ്ലസ് ആയിരിക്കണം. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ലൈക്ക് ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അത് റിപ്പലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വികർഷിക്കും. സജാതീയ ചാർജുകൾ നിങ്ങളെ അവിടെ വികർഷിക്കും എന്ന് ഓർത്തോണം കേട്ടോ. ഓക്കെ ആണല്ലോ അത്രയും. അങ്ങനെയാണെങ്കിലേ, ബ്രിങ് ദ റബ്ഡ് പാർട്ട് ഓഫ് ദ വൂൾ നിയർ ദ ബലൂൺ, വാട്ട് ഡു യു ഒബ്സർവ്. കമ്പിളിയുടെ ഉരസ്യ ഭാഗം ബലൂണിനടുത്തേക്കൊന്ന് കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട്
അതിൻ്റെ തൊട്ട് താഴത്തെയാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ കമ്പിളി പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു, ബലൂണ് നെഗറ്റീവ് ആണെന്നും പറഞ്ഞു അല്ലേ. ഈ നെഗറ്റീവും പോസിറ്റീവും കൂടെ ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, എന്താ കുഞ്ഞുങ്ങളെ, അവിടെ അട്രാക്ഷനാണ്. ഈ ഒരു ക്ലൂ പഠിക്കാമെങ്കിലുണ്ടല്ലോ, ഏത് ചോദിച്ചാൽ ഏത് പടം കണ്ടാലും പടത്തിൽ തന്നെ ഉണ്ടാണ്ട് നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ രണ്ട് നെഗറ്റീവ് വന്നാൽ അവിടെ റിപ്പൽഷനാണ് കേട്ടോ. ഓക്കെയാണോ? ഇവിടെ നോക്കിയേ, ഈ കമ്പിളി പതിപ്പ് നോക്കിയേ പോസിറ്റീവ്, ഇതെന്തുവാ നെഗറ്റീവ്. ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ അട്രാക്ഷനാണ് കേട്ടോ, അട്രാക്ഷനാണ്. ഇപ്പം പിടികിട്ടിയോ? അതാ ചോദ്യം കേട്ടോ. കമ്പിളിയുടെ ഉരസ്യ എളുപ്പവഴിക്ക് അങ്ങ് പറയുക കേട്ടോ, ഒന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഫിസിക്സ് എന്ന് പറയുന്നത് മാത്സിനെക്കാട്ടി പാടാണ് എല്ലാവരും പറയുന്നത് അല്ലേ. അതുകൊണ്ടൊരു എളുപ്പം കൂടുതൽ നിങ്ങളെ അങ്ങ് ഇതാക്കാതെ ഒരു എളുപ്പം അങ്ങ് പറയുന്നതേ ഉള്ളൂ. കമ്പിളി വെച്ചിട്ട് നമ്മൾ ഉരസിയ ഭാഗം ബലൂണിനടുത്തേക്ക് എന്നാൽ കമ്പിളി പോസിറ്റീവാണ്, ബലൂൺ നെഗറ്റീവാണ്, രണ്ടും എന്താ നിങ്ങളെ ഡിഫറൻറ്റ് സൈനാണ്. ഡിഫറൻ്റ് ആണെങ്കിൽ എന്താണത്? ആകർഷിക്കുകയാണ്, അട്രാക്ഷനാണ് കേട്ടോ. ഉരസിയ ശേഷം കമ്പിളിക്ക് ഏത് ചാർജ് ആയിരിക്കും? കമ്പിളിക്ക് നമുക്കറിയാം ഉരസിയതിന് ശേഷം പോസിറ്റീവ് ചാർജാണ്, കമ്പിളിക്ക് പോസിറ്റീവ് ചാർജാണ്. ആകർഷിക്കപ്പെടുന്നതിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുമെന്നുണ്ട്? എന്താ നിങ്ങളെ, വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ അട്രാക്ഷൻ ബിറ്റ്വീൻ? വിജാതീയ ചാർജുകൾ വികർഷിക്കുന്നു, അൺലൈക്ക് ചാർജ് അട്രാക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എന്താ, ലൈക്ക് ചാർജ് റിപ്പൽ ആണെങ്കിൽ, ഈ ക്ലൂ പഠിച്ചാൽ മതി. ലൈക്ക് ചാർജ് റിപ്പൽസ് ആണെങ്കിൽ അൺലൈക്ക് ചാർജ് അട്രാക്ഷൻ ആയിരിക്കും. മനസ്സിലായോ? ആ ഒരു ക്ലൂ പഠിച്ചു വെക്കുക, ബോക്സ് ഇട്ട് എഴുതുക. മലയാളംകാർക്ക് സജാതീയ ചാർജുകൾ വികർഷിക്കുമ്പോൾ വിജാതീയ ചാർജുകൾ ആകർഷിക്കുന്നു. ലൈക്ക് ചാർജ് റിപ്പൽ ആണെങ്കിൽ അൺലൈക്ക് ചാർജ് അട്രാക്ഷൻ ആണ്. നിങ്ങളുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറയാം, ഇതൊക്കെ ബോക്സിലിട്ട് എഴുതണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് ഈ ചാപ്റ്ററിനകത്തിലെ കേട്ടോ. വിജാതീയ ചാർജുകൾ വികർഷിക്കുന്നു, ചാർജ് നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ നിങ്ങൾ, ഇവിടെ ചാർജ്ഡ് ഒബ്ജക്റ്റ് ഹാവ് ദ എബിലിറ്റി ടു അട്രാക്റ്റ് ന്യൂട്രൽ ഒബ്ജക്റ്റ്. നോട്ട് അങ്ങ് പറയുക ഞാൻ കേട്ടോ, കാരണം എല്ലാം നമുക്ക് വേണമല്ലോ. ചാർജുള്ള വസ്തുക്കൾക്ക് ന്യൂട്രൽ വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊരു ബോക്സിനകത്തിലെ കേട്ടോ. എന്താ ചാർജ്ഡ് ഒബ്ജക്റ്റ് ഹാവ് ദ എബിലിറ്റി, ചാർജുള്ള വസ്തുക്കൾക്ക് ന്യൂട്രൽ വസ്തുക്കളെ, ന്യൂട്രൽ എന്ന് വെച്ചാൽ എന്താ, ഒന്നുമില്ലാത്ത വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് പറയുന്നുണ്ട്, നോക്കണേ നിങ്ങൾ. ഒരു പ്ലാസ്റ്റിക് ട്രേയിൽ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രേയാണ്, അതിനകത്തിൽ കുറേ തെർമോക്കോൾ അറിയാമല്ലോ നമുക്ക്, നമ്മൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV ഇങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ എല്ലാം ഈ തെർമോക്കോൾ വരത്തില്ലേ, അത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് ഈ ട്രേയിലോട്ട് ഉരുട്ടിയിടുക. അപ്പോൾ ഉരുളണമെന്നൊന്നും ഇല്ല, എന്താ ചെറിയ ചെറിയ പീസായിട്ട് ചെറിയതായിട്ട് ഇടുക. ഈ ട്രേക്ക് മുകളിലായിട്ട് സുതാര്യമായ ഒരു ആക്രിലിക് ഷീറ്റ് ക്രമീകരിക്കുക കേട്ടോ. എന്നിട്ട് ഈ അക്രിലിക് ഷീറ്റ് കമ്പിളി കൊണ്ട് തെർമോക്കോളിൻ്റെ ബോളുകൾ കണ്ടോ. ഇനി ഈ ആക്രിലിക് ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കേട്ടോ, അക്രിലിക് ഷീറ്റ് ക്രമീകരിക്കുക. ഈ അക്രിലിക് ഷീറ്റ് കമ്പിളി കൊണ്ടോ അല്ലെ കൈ കൊണ്ടോ ഉരസി അതിനെ ചാർജ് ചെയ്യുക. ഈ തെർമോക്കോൾ ഉണ്ടല്ലോ, ഇതിങ്ങിട്ട് ഉരസുമ്പോൾ ചൂട് പോലെ വരത്തില്ലേ, അതപ്പോൾ എന്താ ചാർജ് ആവുകയാണ് കേട്ടോ. ഉരസി ചാർജ് ചെയ്യുക. തെർമോക്കോൾ ബോളുകളെ ഈ അക്രിലിക് ഷീറ്റ് ആകർഷിക്കുന്നില്ലേ എന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ ചാർജുള്ള വസ്തുക്കൾക്ക് ന്യൂട്രൽ വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് കുഞ്ഞുങ്ങളെ. അതാണ് അത്രയും പറഞ്ഞതിൻ്റെ. ഇപ്പം ഈ ഇത്രയും പറഞ്ഞതിൻ്റെ ഉത്തരം എന്താണ്? നമുക്ക് ഈ ചാർജ്, അക്രിലിക് ഷീറ്റിൻ്റെ ചാർജ് ഉണ്ടല്ലോ, ആ ചാർജ് നമ്മുടെ തെർമോക്കോളിൻ്റെ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഉരസുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ തെർമോക്കോളിനും ചാർജ് ആവും കേട്ടോ. അതാണ് ചാർജുള്ള വസ്തുക്കൾക്ക് ന്യൂട്രൽ വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ഈ ഒരൊറ്റ ഇതങ്ങ് പഠിച്ചാൽ മതി കേട്ടോ, കൂടുതൽ ഇതാവണ്ട. ചാർജുള്ള വസ്തുക്കൾക്ക് ന്യൂട്രലായിട്ടുള്ള വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം ഇത് ബോക്സിൽ എഴുതിയെടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ നിങ്ങളെ. If two objects each other, can it be confirmed that both are charged? If two objects each other, can it be confirmed that both are charged? What if they repel? രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അവ രണ്ടിനും ചാർജ് ഉണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാമോ?
രണ്ട് വസ്തുക്കൾ, ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ പരസ്പരം അട്രാക്ട് ചെയ്യത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവ രണ്ടിനും ചാർജ് ഉണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാമോ? വികർഷിക്കപ്പെടുന്നുണ്ടോ അന്നേരം എങ്ങനെയാ? അതിനെക്കുറിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അവ രണ്ടിനും ചാർജ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാമോ? വികർഷിക്കപ്പെടുന്നുവെങ്കിലോ, അങ്ങനെ ആണെങ്കിൽ അത് നമ്മൾ സ്ഥിരീകരിക്കണം. എങ്ങനെയാണെന്നറിയോ? അതായത് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാം ഇവിടെ. അതൊരു ചോദ്യമായിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഏതാ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ? രണ്ട് വസ്തുക്കളുടെ ചാർജ് സ്ഥിരീകരിക്കാനുള്ള ഏറ്റവും യോജിച്ച സൂചന എന്താണെന്നറിയോ? രണ്ട് വസ്തുക്കൾ നോക്കണേ, രണ്ട് വസ്തുക്കളുടെ ചാർജ് സ്ഥിരീകരിക്കാനുള്ള ഏറ്റവും യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വികർഷണമാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു റിപ്പൽഷൻ എങ്ങനെ ആവുന്നതെന്ന് അല്ലേ? രണ്ട് പോസിറ്റീവ്, രണ്ട് സെയിം ഒരേ രീതിയിലുള്ള സൈനുകൾ അല്ലേ? പോസിറ്റീവും ആണെങ്കിൽ അത് റിപ്പൽഷൻ ആണെന്ന് ഇപ്പോൾ നമ്മൾ ഒത്തിരിയും വട്ടം പറഞ്ഞു. നെഗറ്റീവും ആണെങ്കിൽ അതും റിപ്പൽഷൻ ആണ്. ഒരേ സൈൻ ആണെങ്കിൽ അത് റിപ്പൽഷൻ ആണ് അല്ലേ? ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ ടു കൺഫേം ദ ചാർജ് ഓഫ് ടു ഒബ്ജക്റ്റ് ഈസ് നോട്ട് അട്രാക്ഷൻ ബട്ട് റിപ്പൽഷൻ. ഏതായിരിക്കും കുഞ്ഞുങ്ങളെ? ആ വികർഷണമാണ് കേട്ടോ. ഇവിടെ ആകർഷണമല്ല ഇവിടെ സംഭവിക്കുന്നത്. രണ്ട് ഇത് ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അവിടെ റിപ്പൽഷൻ ആണ് സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? അപ്പം നമ്മളോട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് ഇതിൻ്റെ ഹെഡിങ് തന്നെ അല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് വെച്ചാൽ, അല്ലെ വൈദ്യുത ചാർജുകളുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഇത് തന്നെ എഴുതിയാൽ മതി. ഇത് പ്രോട്ടോണും കൂടെ ചേർന്നു, രണ്ടും ഒരേ സൈനാണ്, അപ്പോൾ അത് റിപ്പലാണ്. ന്യൂട്രോണും ചേർന്നു അല്ലേ? അപ്പോൾ എന്താ? അത് റിപ്പലാണ് അല്ലേ? പിന്നെ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നാൽ റിയാക്റ്റ്, അതായത് ഇതൊന്നും ഇല്ലെങ്കിൽ ഇനി വേണ്ടിയില്ല, കൺഫ്യൂഷൻ ആവണ്ട. അതായത് രണ്ട് ഒരേ സൈൻ വന്നു കഴിഞ്ഞാൽ അത് റിപ്പലാണ്. നോക്കിയേ, ഒരേ സൈൻ വന്നാൽ റിപ്പലാണ്. ഈ സൈൻ എന്തോത്തിൻ്റെയൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണേ. ഡിഫറൻറ്റ് സൈൻ വന്നാൽ അതെന്താണ്? ഡിഫറൻറ്റ് സൈൻ വന്നാൽ അട്രാക്ഷനാണ് കേട്ടോ. റിയാക്റ്റ് ചെയ്യും, അതായത് അട്രാക്റ്റ് ചെയ്യും അല്ലെ റിയാക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഓർത്താൽ മതി നിങ്ങൾ. ഇതിൻ്റെ ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂക്ലിയസിനകത്തുള്ള രണ്ടെണ്ണമാണ് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ. ഇത് തിരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി രണ്ട് ഇലക്ട്രോണുകൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ, ഇലക്ട്രോണൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താ? നെഗറ്റീവിടെ ചേർന്നാൽ നമ്മൾ പറഞ്ഞു ഒരേ സൈൻ ആണെങ്കിൽ അതെന്താ? റിപ്പലാണ് അല്ലേ? എന്താണ്? ലൈക്ക് അല്ലേ? അൺലൈക്ക് ചാർജ് അട്രാക്റ്റ് ചെയ്യുന്നു, വിജാതീയ ചാർജുകൾ ആകർഷിക്കുന്നു. ഇത് വൈദ്യുത ചാർജുകളുടെ സവിശേഷത വയ്ക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 പോയിന്റാണ്. വിജാതീയ ചാർജുകൾ ആകർഷിക്കുന്നു, സജാതീയ ചാർജുകൾ വികർഷിക്കുന്നു എന്നുള്ളത് കേട്ടോ. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നോക്കിയാണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. നിങ്ങൾ ഇതുപോലെ എഴുതിയെടുക്കുക. ഒരേ പ്രോട്ടോണും ഒരേ സൈൻ വന്നു കഴിഞ്ഞാൽ റിപ്പലാണ്. ഇലക്ട്രോൺ രണ്ടും ഒരേ സംഖ്യ റിപ്പലാണ്. പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ ചേർന്ന് കഴിഞ്ഞാൽ എന്താ? അത് അട്രാക്റ്റ് ആണ് കേട്ടോ. ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. ഒരേ സംഖ്യ വന്നാൽ അത് എന്താ? റിപ്പലാവുന്നത് കേട്ടോ. ഇച്ചിരി സ്പീഡ് കൂടുതലല്ലേ? ഓക്കെ, നിങ്ങൾ അടുത്ത ഇലക്ട്രിസിറ്റി എന്നാൽ എന്താ? അടുത്ത നമ്മുടെ ഇതിൻ്റെ പേര് സ്ഥിര വൈദ്യുതി എന്നാൽ എന്താണെന്നുള്ളത് കേട്ടോ. അതിനകത്ത് എന്താവും നിങ്ങൾ? ഇലക്ട്രിസിറ്റി, വൈദ്യുതി എന്നാൽ എന്താണ്? ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓർ ഫ്ലോ ഓഫ് ചാർജസ്. ചാർജുകളുടെ സാന്നിധ്യമോ ഒഴുക്കോ കാരണം ഉണ്ടാകുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി എന്ന് പറയുന്നത്. ചാർജുകളുടെ സാന്നിധ്യമോ ഒഴുക്കോ കാരണം ഉണ്ടാകുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഒബ്ജക്റ്റ് ചാർജ്ഡ് ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഈസ് കാൾഡ് ചാർജിങ്. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ കൈമാറ്റം വഴി വസ്തുക്കളെ ചാർജുള്ളതാക്കി മാറ്റുന്ന പ്രക്രിയയെ നമ്മൾ ചാർജിങ് അല്ലെങ്കിൽ വൈദ്യുതീകരണം എന്ന് പറയുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ സ്പീഡിൽ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് പോസ് ചെയ്തിട്ടിട്ട് കറക്റ്റായിട്ട് നോട്ട് എഴുതി എടുക്കണം കേട്ടോ. ഇൻസുലേറ്റേഴ്സ് എന്നാൽ എന്താണ് കേട്ടോ? ഇൻസുലേറ്റേഴ്സ് എന്താണ്? ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി കേട്ടോ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെയാണ് എന്ത് പറയുന്നത് കുഞ്ഞുങ്ങളെ? വൈദ്യുതി, അത് എഴുതിയില്ലേ അല്ലേ? വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് വൈദ്യുതി
അതങ്ങ് എഴുതണേ. വൈദ്യുതി നമുക്കത് 1 മാർക്കിന് ചോദിക്കും കേട്ടോ. വൈദ്യുതി കടത്തി വിടാത്തതാണ് ഏത്? ഇൻസുലേറ്റേഴ്സ് കേട്ടോ. അതങ്ങ് എഴുതിയെടുക്കണേ, വൈദ്യുതി കടത്തി വിടാത്തതിൻ്റെ പേര്. അപ്പം ഫസ്റ്റ് ഇലക്ട്രിസിറ്റി എന്താണ് അറിഞ്ഞിരിക്കണം. പിന്നെ അതായത് വൈദ്യുതി എന്നാൽ എന്ത്? അടുത്തത് ചാർജിങ്, അതായത് വൈദ്യുതീകരണം എന്നാൽ എന്ത്? 3 ഇൻസുലേറ്റേഴ്സ് കേട്ടോ, വൈദ്യുതി കടത്തിവിടുന്നത്. പിന്നെ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താവുഞ്ഞല്ലേ? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാ അല്ലേ? സ്ഥിര വൈദ്യുതി എന്താണ്? ഇനി ഇലക്ട്രിക് ചാർജ് റിമൈൻസ് ഇൻ ദ സെയിം പ്ലേസ് വിത്തൗട്ട് ബീയിങ് ഏബിൾ ടു ഫ്ലോ സച്ച് ഇലക്ട്രിസിറ്റി ഈസ് കാൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ്. എന്താണെന്ന് നമ്മളോട് ചോദിക്കുക, നിങ്ങളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എടുത്തോ, എന്താണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണം. എന്താ കുഞ്ഞുങ്ങളെ? അതായത് വൈദ്യുത ചാർജ് ഒഴുകാൻ കഴിയാതെ ഒരേ സ്ഥാനത്ത് തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയാണ് നമ്മൾ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. പഠിക്കാൻ എളുപ്പമല്ലേ? വൈദ്യുത ചാർജ് ഒഴുകുന്നില്ല കേട്ടോ, ഒഴുകാതെ ഒരിടത്ത് ഇങ്ങനെ നിൽക്കുക. വൈദ്യുത ചാർജ് ഒഴുകാൻ കഴിയാതെ ഒരേ സ്ഥാനത്ത് തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയെ നമ്മൾ എന്താ? സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. ഇൻ ഇലക്ട്രിക് ചാർജ് റിമൈൻസ് ഇൻ ദ സെയിം പ്ലേസ് വിത്തൗട്ട് ബീയിങ് ഏബിൾ ടു ഫ്ലോ സച്ച് ഇലക്ട്രിസിറ്റി ഈസ് കാൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കേട്ടോ. ഇനി മെത്തേഡ് ഓഫ് ചാർജിങ്. ചാർജ് വേറെ രീതിയിൽ, ഇത് മാത്രമേ ഉള്ളൂ, വേറെ രീതി വല്ലതും ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ചാർജിങ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ് ഉണ്ട്. ചാർജിങ് ബൈ റബ്ബിങ്, നമ്മളിപ്പം ആദ്യം മൊത്തം റബ്ബിങ് ആയിരുന്നു അല്ലേ, ഉരസൽ മൂലം ഉണ്ടാകുന്നതിനെ കുറിച്ച്. പിന്നെ ചാർജിങ് ബൈ ഇൻഡക്ഷന്, പ്രേരണ മുഖേനയുള്ള ചാർജിങ്ങും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ചാർജിങ് ഉണ്ടെന്നൊരു ചോദ്യം നമ്മുടെ ടെസ്റ്റിലുണ്ട്. അപ്പോൾ അതിനകത്തിലെ ഒന്നാമത്തെ കുഞ്ഞുങ്ങളെ ചാർജിങ് ഓഫ് കണ്ടക്ഷൻ എന്നാൽ എന്താണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ്? Charging by conduction is the method of charging an object by direct physical contact with a charged object. Here the two objects that come into contact with have similar charges. അതായത് ചാർജ് ഉള്ള വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ച് മറ്റു വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാവും നിങ്ങളെ ഈ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ചാർജ് ഉള്ള ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ചിട്ട് മറ്റു വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. ഇവിടെ സമ്പർക്കത്തിൽ വരുന്ന 2 വസ്തുക്കൾക്കും സമാന ചാർജുകളും ആയിരിക്കും കേട്ടോ. അത് ഓർത്തോണേ. 2 ഒബ്ജക്റ്റ് ദാറ്റ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് വിൽ സിമിലർ ചാർജ് ആയിരിക്കും കേട്ടോ. ഓക്കെ ആണോ? അപ്പം അതെന്താണ്? അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് 2 പിത്ത് ബോളുകൾ, ഇതിന് ഈ പിത്ത് ബോൾ എന്ന് വെച്ചാൽ മെറ്റലിൻ്റെ ബോളിലാണ് കേട്ടോ. ബോളുകൾ പരസ്പരം തൊടുന്ന രീതിയിൽ ഇത് രണ്ടും തങ്ങളിൽ കൂട്ടിമുട്ടുന്ന രീതിയിൽ നൂലിൽ എടുത്ത് തൂക്കിയിടുക കേട്ടോടെ. നൂലിൽ തൂക്കിയിടുക. ഒരു ഗ്ലാസ് റോഡിനെ സിൽക്ക് തുണിയിൽ ഉരസി ഈ പിത്ത് ബോളുകളിൽ തൊടുവിക്കുക. ഏതാ? ഒരു ഗ്ലാസ് റോഡ്. ഈ ഗ്ലാസ് റോഡ് എന്ന് വെച്ചാൽ ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അത് തപ്പി നടക്കണ്ട. താഴെ ഈ പടം കൊടുത്തേക്കുന്നുണ്ടോ? ഗ്ലാസ് റോഡ്. ഈ സാധനം എന്ന് വെച്ചാൽ അതിൻ്റെ നോക്കിയ പോസിറ്റീവ് ചാർജാണ്. ഈ ഗ്ലാസ് റോഡിന് ഏത് ചാർജാ? പോസിറ്റീവ് ചാർജാണ്. അപ്പം ഒരു ഗ്ലാസ് റോഡിനെ സിൽക്ക് തുണിയിൽ ഉരസി പിത്ത് ബോർഡുകളിൽ തൊടുവിക്കുക. ഇവിടെ എന്ത് സംഭവിക്കുന്നു? വീണ്ടും ഈ ഗ്ലാസ് റോഡ് പിത്ത് ബോളിനടുത്തേക്ക് കൊണ്ടുവരിക. എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? ഇത് പോസിറ്റീവ് ചാർജ് അല്ലേ? അപ്പം ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ മെറ്റൽ ഇതിനെ ടച്ച് ചെയ്യുമ്പോൾ 2 പേർക്കും ഇത് പോസിറ്റീവ് ചാർജാണ് ഇവിടെ കൊണ്ടുവരുന്നതെങ്കിൽ, പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡാണ് അല്ലേ ഈ മെറ്റലുമായിട്ട് ടച്ച് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ഇതിലോട്ട് കയറി എന്താ ചെയ്യുന്നു? ഇത് ചെയ്ത് ഇതിനും എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ചാർജായിട്ട് അങ്ങ് മാറും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെന്ന് മുട്ടിക്കുന്ന സാധനം ഇത് ഗ്ലാസ് റോഡാണ് അല്ലേ? ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജാണ്. അത് ഈ മെറ്റൽ ഈ പിത്ത് ബോൾ അല്ലേ? പിത്ത് ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലിൻ്റെ കേട്ടോ. അതുമായിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ 2 ഈ കൊണ്ടുവന്ന ഗ്ലാസ് റോഡും ഈ ഇതും പോസിറ്റീവ് ആവുന്നു. 2ഉം പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അടുത്തടുത്ത് 2 പോസിറ്റീവ് വന്നാൽ അവരൊക്കെ 2 എന്ത് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ? 2ഉം 2 ഇടത്തോട്ട് പോകും അല്ലേ? നമ്മളിപ്പോൾ പഠിച്ചു 2 പോസിറ്റീവ് 2 ഒരിടത്ത് വന്നാൽ അത് റിപ്പലാണ് അല്ലേ? റിപ്പൽസ് ഇപ്പം നമ്മൾ പഠിച്ചതാ. അതായത് 2ഉം പോസിറ്റീവ് ആയത് എന്താ? നമ്മൾ പറഞ്ഞു സജാതി അല്ലേ? ലൈക്ക് ചാർജാണ്. അതായത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? റിപ്പൽ ആകുന്നു അല്ലേ? ഇനി നോക്കിക്കേ ഗ്ലാസ് റോഡ്. അതിൻ്റെ നമുക്കൊരു ചോദ്യം വേണ്ട. പിത്ത് ബോളുകൾ തമ്മിൽ അതായത് 10, 11 ബി ഇതാ അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നോക്കി, വികർഷണമാണ്. അത് ഞാൻ ഇംഗ്ലീഷും മലയാളം ഉണ്ടാട്ടെ. ആഫ്റ്റർ ടച്ചിങ് ദ ഗ്ലാസ് റോഡ് സ്പർശിച്ച ശേഷം അവിടെ എന്താ കുഞ്ഞുങ്ങളെ? കാരണം 2ഉം പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ റിപ്പൾഷൻ ആണ് സംഭവിക്കുന്നത്. ബിറ്റ്വീൻ ദ പിത്തുബാൾസ് ആൻഡ് ഗ്ലാസ് റോഡ്, പിത്തുബോൾസും ഗ്ലാസ് റോഡിൻ്റെയും കൂടെ ബിറ്റ്വീൻ പിത്ത് റോഡും ഗ്ലാസ് റോഡും തമ്മിൽ അവിടെ എന്താണ്? അവർ തങ്ങളിലും റിപ്പൾഷൻ ആണ് അല്ലേ? 2 പേരും തങ്ങളിലും റിപ്പൾഷൻ, വികർഷണമാണ്. കാരണം 2ഉം പോസിറ്റീവാ
കേട്ടോ. ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യം ചോദിക്കും. രണ്ടും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന്. പോസിറ്റീവ് ആണോ എന്ന് ഇത് തന്നെ നോക്കിക്കേ. ഇത് പോസിറ്റീവ് ആണെന്നാണ്ട് ആ ഗ്ലാസ് റോഡിലുണ്ട്. നമുക്കറിയാം അല്ലേ, ഈ പോസിറ്റീവ് എന്നിട്ട് ഈ മെറ്റലിനെ തൊടുമ്പോൾ അതും പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഈ രണ്ടെണ്ണവും പോസിറ്റീവ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, വികർഷിക്കുന്നു, റിപ്പൽസ് അല്ലേ. അത്രയേ ഉള്ളൂ, അവരത് ചോദിച്ചേക്കുന്നത് കേട്ടോ. സിൽക്ക് തുണിയുമായിട്ട് ഉരസുമ്പോൾ ഗ്ലാസ് റോഡിന് ലഭിക്കുന്ന ചാർജ് എന്താണ്? അതിൻ്റെ തൊട്ട് താഴത്തെ ചോദ്യം നോക്കുക. വാട്ട് ചേഞ്ചസ് ഡസ് എ ഗ്ലാസ് റോഡ് അക്വയർ വെൻ റബ്ഡ് വിത്ത് എ സിൽക്ക് ക്ലോത്ത്? സിൽക്ക് തുണിയുമായിട്ട് ഉരസുമ്പോൾ ഗ്ലാസ് റോഡിന് ലഭിക്കുന്ന ചാർജ് എന്താണ്? ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. സിൽക്ക് തുണിയുമായിട്ട് ഉരസുമ്പോൾ, നമ്മളത് തുടങ്ങിയപ്പോൾ മുതലേ ഉരസുക അല്ലേ, സിൽക്കിൻ്റെ തുണിയല്ലേ, തുണിയുമായിട്ട് ഉരസുമ്പോൾ ഈ ഗ്ലാസ് റോഡിന് ലഭിക്കുന്ന ചാർജ് എന്താ കുഞ്ഞുങ്ങളെ? പോസിറ്റീവ് ചാർജാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്തത് കേട്ടോ, അതായത് ഈ തുണിക്ക് പോസിറ്റീവ് ചാർജാണ് കേട്ടോ, തുണിക്ക് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അതും സിൽക്ക് തുണിയുമായിട്ട് ഗ്ലാസ് റോഡ് ഉരസുമ്പോൾ അപ്പോൾ അതും എന്താണ്, പോസിറ്റീവ് ചാർജാണ് ഗ്ലാസ് റോഡ് കേട്ടോ. പിത്ത് ബോളുകളുടെ ചാർജ് എന്താണ്? പിത്ത് ബോളുകൾക്കും പോസിറ്റീവ് ചാർജാണ് കേട്ടോ. പിത്ത് ബോളുകളുടെ ചാർജ് പോസിറ്റീവാണ്. ഇവിടെ പിത്ത് ബോളുകൾക്ക് ചാർജ് ലഭിച്ചത് സമ്പർക്കം വഴി തന്നെ അല്ലേ, ആണ് അല്ലേ. എന്താ ബോളുകളുടെ അതെ, അതെന്താ, ഈ ഗ്ലാസ് റോഡ് എന്നിട്ട് ഇതിൽ സമ്പർക്കം മൂലമാണ് ഇത് തങ്ങളിൽ ഇങ്ങനെ പോസിറ്റീവ് ആയതും അത് റിപ്പലായതും ഒക്കെ സമ്പർക്കം മൂലം തന്നെയാണ് കേട്ടോ. അതെ, ഓക്കെ കുഞ്ഞുങ്ങളെ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളത് ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ ഇവിടെ മുതലെടുക്കാം, സ്ഥിര വൈദ്യുത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. അപ്പോൾ ഏകദേശം രണ്ടാമത്തെ പാർട്ട് ഇത്രയും മതി. ഇത് ഇത്രയും നോട്ട് എഴുതി എടുക്കണം കേട്ടോ. ഞാൻ പറയുമ്പം നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നോട്ട് കറക്റ്റായിട്ട് അങ്ങ് എഴുതി എടുക്കണം കേട്ടോ. നമുക്ക് ഇനി അടുത്ത ഒരു പാർട്ട് കൂടെ ഇതിൻ്റെ ഫുൾ നോട്ടും പാർട്ട് 3ൽ ഫുൾ നോട്ടും നമുക്ക് എഴുതാം കുഞ്ഞുങ്ങളെ. ഒത്തിരി ഉണ്ടല്ലേ, ഒരു ചാപ്റ്റർ ഒരു ഇതിൽ പോവും അല്ലേ, ഒരൊറ്റ പാർട്ടി പോകത്തില്ലായിരിക്കും അല്ലേ. ഓക്കെ, നോക്കാം കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, താങ്ക് യു.